2026 തുടക്കം കുറിച്ച ശേഷം ഏതാണ്ട് 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ വെറും 11 ദിവസം മാത്രമാണ് ഓഹരി വിപണി പ്രവർത്തിച്ചത്. 11 ദിവസം മാത്രമാണ് പ്രവർത്തിച്ചതെങ്കിലും ഇത്ര കുറഞ്ഞ കാലയളവിൽ വിപണിക്കുണ്ടായ നഷ്ടം വളരെ ഭീമമാണ്. അതായത് സെൻസെക്സിലും നിഫ്റ്റിയിലും 2 സൂചികകളിലും ഏതാണ്ട് 2% നഷ്ടം. രാജ്യത്തെ ഓഹരി നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിൽ ഈ കാലയളവിലുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ചോർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് 8 ലക്ഷം കോടി രൂപയുടേതാണ്. ഈ സാഹചര്യത്തിൽ ഇനി വിപണിയിൽ നിന്ന് അനുകൂലമായി എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ, അതോ ഇതിനേക്കാൾ വളരെ മോശമായ ദിവസങ്ങളിലേക്കാണോ വിപണി നീങ്ങുന്നത്? ഇത്തരം അസ്വസ്ഥജനകമായ ചോദ്യങ്ങളാണ് നിക്ഷേപകരെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിപണിയുടെ സ്വഭാവം ഏതു തരത്തിലും ആയിക്കൊള്ളട്ടെ, അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നതിന് പകരം നിക്ഷേപകർ അവലംബിക്കേണ്ട തന്ത്രങ്ങൾ അതിൽ ശ്രദ്ധ ഊന്നുന്നതായിരിക്കും ഉചിതം. അതൊക്കെ ഏതു തരത്തിലുള്ള തന്ത്രങ്ങളാണ് അവലംബിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ഓഹരികളിലാണ് ഈ അവസ്ഥയിൽ, ഈ മടുപ്പിന്റെ കാലാവസ്ഥയിൽ ശ്രദ്ധ ഊന്നേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ജനുവരി 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന ഈ വീഡിയോ ഏതാനും തീയതികളും അവസാനം പറയുന്നുണ്ട്. അത് നിക്ഷേപകർക്ക് വളരെ പ്രയോജനകരമായ ചില തീയതികളാണ്. നിക്ഷേപകർ ഈ അവസ്ഥയിൽ അവലംബിക്കേണ്ട തന്ത്രങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതിന് മുമ്പായി ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു കലണ്ടർ വർഷത്തിന്റെയും ആരംഭ നാളുകളിൽ ഇത്ര മോശമായ നിലയിൽ വിപണിയിൽ പ്രകടനം ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. ഏതാണ്ട് 1 ദശാബ്ദത്തിന് ശേഷമാണ് ഇത്ര മോശമായ ഒരു അവസ്ഥ വിപണിയിൽ ആവർത്തിക്കുന്നത്. 2016 ഇതിനു മുമ്പ് ഇത്ര മോശമായ ഒരു പുതുവർഷാരംഭ വിപണിയിൽ കണ്ടത്. സാധാരണ ഗതിയിൽ വിപണിയിൽ പലതരത്തിലുള്ള കാലയളവുകളും ഉണ്ടാകാറുണ്ട്. അവയെ പരമ്പരാഗതമായ രീതിയിൽ ബുൾ ഫേസ് എന്നും ബെയർ ഫേസ് എന്നും ഒക്കെ നിർവചിക്കാറുമുണ്ട്. അത്തരം പരമ്പരാഗതമായ നിർവചനങ്ങൾക്കൊക്കെ അപ്പുറം മറ്റൊരു വിശേഷണമാണ് ഇപ്പോൾ വിപണിക്ക് ഏറ്റവും ചേരുന്നതെന്ന് തോന്നുന്നു. അതായത് ഒരു ട്രംപ് ഫേസ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അവസ്ഥ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരമായ പ്രസ്താവനകളും നടപടികളും ലോക വിപണികളെയാകെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാലയളവാണിത്. ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരിയായി വരുന്നയാൾ താൻ തോന്നിയും തന്നിഷ്ടക്കാരനുമായി പ്രവർത്തിച്ചാൽ അത് ലോക വിപണികളെ മാത്രമല്ല ആഗോളതലത്തിൽ സമ്പദ് വ്യവസ്ഥയെ ആകെ തന്നെ ബാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാലയളവ്. ഇതിന് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ മാത്രം പഴിച്ചിട്ട് കാര്യമുണ്ടാകില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെയുള്ള മറ്റു ചില ഭരണാധികാരികൾക്കും ഒക്കെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ലോക വിപണികൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് കാരണക്കാരാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. വിപണി നേരിടാൻ അല്ലെങ്കിൽ വിപണിയെ സ്വാധീനിക്കാനിടയുള്ള കാര്യങ്ങൾ ആഗോളതലത്തിൽ അങ്ങനെ പലതും സംഭവിച്ചേക്കാം. അവയെ തൽക്കാലം വിസ്മരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിക്ക് നേരിടേണ്ടി വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ അതിൽ പ്രധാനമായും വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ളത് കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള പ്രവർത്തന ഫലങ്ങളാണ്. ഇത് കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള പ്രവർത്തന ഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന സീസണാണ്. 2025 ഡിസംബർ 31 അവസാനിച്ച ത്രൈമാസ കാലയളവിലെ പ്രവർത്തന ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പല പ്രമുഖ കമ്പനികളുടെയും പ്രവർത്തന ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ അനുദിനമെന്നോണം മറ്റു കമ്പനികളിൽ നിന്നുള്ള പ്രവർത്തന ഫലങ്ങൾ വിപണിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പുറത്ത് വന്നു കഴിഞ്ഞ പ്രവർത്തന ഫലങ്ങളും വരാനിരിക്കുന്ന പ്രവർത്തന ഫലങ്ങളും ഒക്കെ സമ്മാനിക്കുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ ഒരു അവസരമാണ്. ഈ സമയത്താണ് മികച്ച നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ മികച്ച നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഏറ്റവും ഉചിതമായ സമയം.
അതുപോലെ തന്നെ പല നിക്ഷേപങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ ഉള്ള തീരുമാനമെടുക്കാനും ഈ സമയമാണ് പലപ്പോഴും സഹായിക്കുക. അതിനാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞ പ്രവർത്തന ഫലങ്ങൾ പരിശോധിച്ചാൽ അവയൊക്കെ തന്നെ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രവർത്തന ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത്ര മെച്ചമെന്ന് പറയാൻ ആവില്ലെങ്കിലും മോശമെന്നും പറയാനാവാത്ത പ്രവർത്തന ഫലമാണ് റിലയൻസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഫലം പുറത്തു വന്നു കഴിഞ്ഞു. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നീ കേരളം ആസ്ഥാനമായുള്ള ബാങ്കുകളുടെ പ്രവർത്തന ഫലവും പുറത്തു വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും പ്രവർത്തന ഫലം വളരെ മികച്ചതാണ്. ഇവയ്ക്ക് പുറമെ ഫലം പ്രസിദ്ധീകരിച്ച മറ്റ് ബാങ്കുകൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, RBL ബാങ്ക്, യെസ് ബാങ്ക്, യൂക്കോ ബാങ്ക് എന്നിവയാണ്. ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ഈ ഓഹരികളൊക്കെ തന്നെ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. IT മേഖലയിൽ നിന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ എന്നിവയാണ് ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. IT മേഖലയിൽ നിന്നുള്ള പ്രവർത്തന ഫലങ്ങളും പ്രതീക്ഷ നൽകുന്നത് തന്നെ. ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രവർത്തന ഫലം പ്രസിദ്ധീകരിക്കുന്ന ഏതാനും പ്രധാന കമ്പനികളെ പറ്റി പറയാം. 19-ന് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, സിയറ്റ്, ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ എന്നിവ ഫലം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ITC ഹോട്ടൽസ് ലിമിറ്റഡിന്റെ പ്രവർത്തന ഫല പ്രഖ്യാപനം 20-നാണ്. കേരളത്തിൽ നിന്നുള്ള ധനലക്ഷ്മി ബാങ്കും മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസും 21-ന് ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. അന്ന് തന്നെ തങ്കമയിൽ ജ്വല്ലറി, PNB ഹൗസിംഗ്, ഡോക്ടർ റെഡ്ഡീസ് എന്നിവയും ഫലപ്രഖ്യാപനം നടത്തും. 22-ന് ബന്ധൻ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, TTK ഹെൽത്ത് കെയർ, കോഫോർജ്, എംഫസൈസ് എന്നിവയും പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. 23-ന് അഡാനി ഗ്രീൻ, സിപ്ല, ഇൻഡസ് ഇൻഡ് ബാങ്ക് എന്നിവയിൽ നിന്നുള്ള പ്രവർത്തന ഫലം പ്രതീക്ഷിക്കാം. ഈ പശ്ചാത്തലത്തിൽ നിക്ഷേപകർ അവലംബിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പരിശോധിക്കാം. തുടർച്ചയായ ഇടിവിനെ തുടർന്ന് മിക്ക കമ്പനികളുടെയും ഓഹരികൾ ഏതാണ്ട് ഓവർസോൾഡ് ടെറിട്ടറിയിലാണ്. അങ്ങനെ ഓവർസോൾഡ് മേഖലയിൽ എത്തി നിൽക്കുന്ന ഈ ഓഹരികൾ വളരെ വലിയ ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ നൽകുന്നത്. കാരണം ഓവർസോൾഡ് ആയ സ്ഥിതിക്ക് അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുള്ളത് കൊണ്ട്, വില കൂടാനൊക്കെയുള്ള സാധ്യതയുള്ളത് കൊണ്ടും അവ വാങ്ങുന്നത് നന്നായിരിക്കും. ഇവയ്ക്ക് പുറമെ ഫലപ്രഖ്യാപനം നടത്തുന്ന കമ്പനികളെ ശ്രദ്ധിച്ചാൽ സുസ്ഥിരമായ അതുപോലെ തന്നെ ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഈ ഏർണിങ്സ് സീസൺ സഹായിക്കും. അതുപോലെ തന്നെ ഓഹരി ഉടമകളുടെ ആസ്തി വർധനയ്ക്ക് ഉപകരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയെന്നറിയാനും ഈ ഏർണിംഗ് സീസൺ ഉപകരിക്കും. കാരണം ഈ സമയത്താണ് പല കമ്പനികളും ഇടക്കാല ലാഭവിഹിതവും അതുപോലെ തന്നെ ബോണസ് ഓഹരിയും മറ്റും പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അത്തരം കമ്പനികളും ശ്രദ്ധിച്ചാൽ അവ വാങ്ങണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാനാകും. അതുപോലെ പല ഓഹരികളുടെയും വില നിലവാരം ന്യായമായ തലത്തിലേക്കോ ന്യായമെന്ന് പറയാവുന്നതിനേക്കാൾ താഴ്ന്ന നിലയിലേക്കോ താഴ്ന്നിരിക്കുകയാണ്. അത്തരം ഓഹരികൾ കണ്ടെത്തി അവ വാങ്ങുന്നതും ഈ സമയത്താണ് വേണ്ടത്. അതുപോലെ തന്നെ ഏത് ഓഹരികൾ വാങ്ങിയാലും നിക്ഷേപകർ അവലംബിക്കേണ്ട ഒരു തന്ത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ദീർഘകാല നിക്ഷേപത്തിനായിരിക്കണം എന്നതാണ്. കാരണം ദീർഘകാല നിക്ഷേപത്തിൽ നിന്ന് മാത്രമേ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അനുഭവപാഠം. ഇനി ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ നിലവിലെ പ്രോഫിറ്റ് എത്രയുണ്ടോ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അത് സംരക്ഷിക്കാനുള്ള തന്ത്രമാണ് അവലംബിക്കേണ്ടത്. സൂചികകളുടെ നിലവാരം പരിശോധിച്ചാൽ സെൻസെക്സ് അവസാനിച്ചത് 83,570.35 നിലവാരത്തിലാണ്. നിഫ്റ്റി അവസാനിച്ചത് 25,694.35 നിലവാരത്തിലും. നിഫ്റ്റി ബാങ്ക്
അതേസമയം 60,095.15 നിലവാരത്തിലാണ് അവസാനിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി ബാങ്ക് വളരെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 60,000 പോയിന്റ് പിന്നിട്ടിരിക്കുന്നു എന്നതാണ്. ഇത് വളരെ ശ്രദ്ധേയവും അതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്നതുമായ ഒരു കാര്യമാണ്. ഇതൊക്കെയാണെങ്കിലും ഇക്കഴിഞ്ഞ ആഴ്ച വിപണി പരവെപ്പിൻ്റെതായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം സെൻസെക്സ് നഷ്ടത്തിലാണ്. സെൻസെക്സിന് പ്രതിവാര നഷ്ടമാണ് ഉണ്ടായത്. അതായത് 10 പോയിന്റോളം നഷ്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച സെൻസെക്സ് അവസാനിച്ചത്. നിഫ്റ്റിക്ക് നേട്ടം ഉണ്ടായെങ്കിലും ആ നേട്ടം എന്ന് പറയുന്നത് വളരെ നാമമാത്രമായിരുന്നു. വെറും 11 പോയിന്റിന്റെ നേട്ടം മാത്രമാണ് ഉണ്ടായത്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിപണിയുടെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് ഒട്ടുമേ ശക്തമല്ല, അല്ലെങ്കിൽ ദുർബലമാണെന്ന് തന്നെ പറയാം. എങ്കിലും പല ഓഹരികളും വാങ്ങാൻ ഇത് പറ്റിയ സമയമാണ് താനും. അതുപോലെ തന്നെ ഓഹരികളിൽ ഭൂരിപക്ഷവും ദിന ചലന ശരാശരികളുമായി നോക്കുമ്പോൾ അവയെക്കാളൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിലാണ്. ഇതും മാർക്കറ്റിന്റെ സ്വഭാവം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിഫ്റ്റിക്ക് ലഭിച്ചേക്കാവുന്ന പിന്തുണ എന്ന് പറയുന്നത് 25,500 പോയിന്റാണ്. അതിനേക്കാൾ താഴാനുള്ള സാധ്യത കാണുന്നില്ല. അതേസമയം വിപണി മുന്നോട്ടാണെങ്കിൽ പ്രതിരോധം നേരിട്ടേക്കാവുന്നത് 25,750, 25,850 പോയിന്റുകൾക്കിടയിലാണ്. ആ കടമ്പ കടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ വ്യക്തമായ അല്ലെങ്കിൽ സുവ്യക്തമായ ഒരു മുന്നേറ്റം വിപണിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാവൂ. ഇനി ലാഭവീതം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് 2 കമ്പനികൾ നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇടക്കാല ലാഭവീതം നൽകുന്നു. ഇത് നിശ്ചയിച്ചിരിക്കുന്ന റെക്കോർഡ് ഡേറ്റ് 20 ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ് അതും ഇടക്കാല ലാഭവിധം തന്നെയാണ് നൽകുന്നത്. അതിന് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് 23